ഭാഗത്തൂന്നാ? പാട്ടമ്പലത്തിനടുത്തുനിന്ന്. ഇവിടെ കറണ്ട് ഇല്ല സാറേ. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല സാറേ, നല്ല വെയിലാ. ആ, അപ്പൊ വെയില് കൂടിയിട്ട് സൂര്യാഘാതം കൊണ്ട് കറണ്ട് പോയതായിരിക്കും. ആളെ വിട്ടേക്കാം കേട്ടോ. ശരി സാർ, പെട്ടെന്ന് വിടണേ സാർ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിലവേ നിലവിലഴകേ താഴമഴികേ വിരിയും ചിരിയേ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ സാറേ ചുമ്മാ അലമ്പ് കാണിക്കല്ലേ. സാർ ഒരു ലൈൻമാൻ അല്ലേ? എന്തോ ഒരു കംപ്ലൈന്റ് ഓരോ ദിവസം ഇവിടെ വരുന്നത്. സാറിന്റെ ഫീൽഡിൽ പോയി ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചൂടെ? ഞാനൊരു ലൈൻമാൻ ആയതുകൊണ്ടാണ് ഇവിടെ തന്നെ കടന്ന് ചുറ്റിത്തിരിയുന്നത്. ആ ലൈൻ സാർ എന്റെ അടുത്തോട്ട് വലിക്കണ്ട, എനിക്ക് തീരെ താല്പര്യമില്ല. അതിരിക്കട്ടെ, കുറച്ചു മുമ്പ് വിളിച്ച ആളിനോട് സാർ ആരെയോ വിടാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ആരെ വിടൂന്നാ? ബാക്കിയുള്ളവരെല്ലാം റൂട്ടിലാ, സാർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒന്ന് പോയി നോക്ക് സാറേ. തനിക്കതൊക്കെ പറയാം, പക്ഷെ എനിക്ക് കരണ്ട് പേടിയാണ്. ഞാൻ ഈ കൈ കൊണ്ട് ഒരു സ്വിച്ച് പോലും എടുത്തില്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ? കരണ്ട് പേടിയുള്ള സാറൊക്കെ എന്തിനാണ് ഈ പണിക്ക് വന്നത്? അല്ലെങ്കിൽ തന്നെ സാറിന് എന്താണ് ഇവിടെ പണി? ആശ്വാസം ചൊരിയൽ. ആശ്വാസം ചൊരിയലോ എന്നുവെച്ചാ? അതായത് ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ ഇപ്പൊ ആള് വരും കേട്ടോ, ഉടനെ കരണ്ട് വരും കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നവന് ഒരു ആശ്വാസം, എനിക്ക് ഒരു ആശ്വാസം. ഇനി കാറ്റടിച്ചോ കമ്പ് തട്ടിയോ എങ്ങാനും കരണ്ട് വന്നാൽ വിളിച്ചാൻ വിചാരിക്കും ഞാൻ ശരിയാക്കിയതാണെന്ന്, അതും ഒരാശ്വാസം. ബെസ്റ്റ്. ദേ ഓവർസിയർ സാർ വന്നുണ്ട്. ഈ കഥയൊക്കെ പറഞ്ഞോ. ബില്ലിംഗ് സെക്ഷനിൽ ആരാ ഇരിക്കുന്നത്? ഞാനാണ് സാർ. ബില്ല് അടക്കാത്തവരുടെ ഒക്കെ ലിസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ദേ ഇയാൾക്ക് കൊടുക്കണം. ഓക്കെ സാർ, ഇന്ന് തന്നെ കൊടുക്കാം സാർ. സാർ, ഫ്യൂസ് ഊരാൻ പോവാനാണെങ്കിൽ എനിക്ക് പറ്റില്ല സാർ. അതെന്താ തനിക്ക് പോയാല്? കഴിഞ്ഞ മാസം ബില്ലടക്കാത്ത ഒരു പോലീസുകാരന്റെ ഫ്യൂസ് ഊരിയന് അയാൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുവാണ് സാർ. കള്ളക്കേസോ? എന്ത് കള്ളക്കേസ്? അയാളുടെ ഭാര്യയുടെ അനിയത്തിയെ ഞാൻ ശല്യം ചെയ്ത് പോലും അതും പറഞ്ഞ് അയാൾ എന്നെ ലോക്കപ്പിൽ ഇട്ട് ഇടിച്ചു സാർ. ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? വെറുതെ ഒരാളെ കൊണ്ട് ഇടിക്കാന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ആ പെൺകുട്ടി ഈ സാറിനെതിരെ പരാതി കൊടുത്തായിരുന്നു കേട്ടോ. അത് കള്ളപ്പരാതിയാണ് സാർ. സുഖമാണോ കുട്ടി എന്ന് ചോദിച്ചാൽ പോടാ പട്ടിയെന്ന് റിപ്ലൈ തരുന്ന ആ കുട്ടിയുടെ വാക്ക് കേട്ട് അയാളെന്നെ ഒത്തിരി തല്ലി സാർ. ഓഹോ, അങ്ങനെയോ? അത് ശരി. സുഖമാണോ കുട്ടി എന്നല്ലാതെ വേറെന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്? ജാടയില്ലെങ്കിൽ ഒരു ഹായ് തരാമോ മോളൂസേ എന്ന് ചോദിച്ചിട്ട് പോലും ഒരു ഹായ് തന്നില്ല സാർ. ജാടയാ സാറ്. എന്താ കെയറിങ്. സാറിന്റെ ഈ കെയറിങ് കാരണമാ ഞാൻ പണ്ടേ ബ്ലോക്ക് ചെയ്തത്. ആ മതി മതി. ദേ ആരോ വരുന്നുണ്ട്, ബില്ല് അടക്കാനാണെന്ന് തോന്നുന്നു. ഇതെന്താ സാറേ ഇത്? ആകെ 2 ലൈറ്റും ഒരു കൊച്ചു TV മാത്രമുള്ള ഞങ്ങൾക്ക് 2000 രൂപയുടെ ബില്ലോ? ഇതെന്താ അന്യായമാണിത്? കൊച്ചു TV ഉണ്ടോ? എന്നാൽ ബില്ല് കൂടുന്നതിന് ഇവള് തന്നെ കാരണം. ഫുൾ ടൈം കാർട്ടൂണും കണ്ടിരിക്കുവായിരിക്കും. കാർട്ടൂൺ കാണുന്നത് ഞാനല്ല, എന്റെ അച്ഛനാ. ആഹാ, അച്ഛൻ എന്തുവാ പണി? വാച്ച്മാനാ. എന്ത് വാച്ച്മാനാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ കാർട്ടൂൺ വാച്ച് ചെയ്യുന്ന മേൻ എന്നാ കൗണ്ടർ അടിക്കാനുള്ള പരിപാടിയാണോ? എന്നെ പൊന്നടാവേ, അത് ചീറ്റിയല്ലോ. അതെ മേഡം, നിങ്ങളുടെ പ്രശ്നം എന്തായാലും അത് നമുക്ക് പരിഹരിക്കാം. അതിനാദ്യം ഇവിടെ അപേക്ഷിക്കണം. സഹായിക്കണം സാറേ, സഹായിക്കണം, സഹായിക്കണം സാറേ, സഹായിക്കണം. എന്റെ പൊന്നു സാറ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം. അയ്യോ, ഇങ്ങനെ അപേക്ഷിക്കണം എന്നല്ല, അപേക്ഷ എഴുതി തരണമെന്ന്. ഓ അങ്ങനെ. അല്ല, ഞാൻ മേഡത്തിന് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. റീൽസ് കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ റീൽസിൽ ഭയങ്കര ഫേമസ് ആ. എന്റെ മോളും 36 ഫോളോവേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. ഓ അങ്ങനെ വരട്ടെ. എന്തായിരുന്നു നിങ്ങളുടെ ഇൻസ്റ്റാ ഐഡിയുടെ പേര്? കുണുക്കിട്ടാട്ടി വ്ലോഗ്സ്. ഓ, നിങ്ങൾ അമ്മയും മോളും കൂടി ഡാൻസ് കളിച്ചിട്ട് വെറുപ്പിക്കണ സ്റ്റെപ്സ് ഒക്കെ ഇടുന്നത് അമ്മയാണ് കേട്ടോ. ഞാൻ നല്ല സ്റ്റൈലിൽ സ്റ്റെപ്സ് ആണ് ഇടുന്നത്. അത് ഞാൻ കാണാറുണ്ട്. എന്നാലും ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഫോളോവർ ആയെന്നാണ് എന്റെ ഡൗട്ട്. ഒരിക്കൽ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്നപ്പോൾ മേഡം അറിയാതെ മേഡത്തിന്റെ ഫോൺ ഞാനൊന്ന് എടുത്തായിരുന്നു. ഓ അത് ശരി. അപ്പൊ മനസ്സറിയാത്ത 36 ഫോളോവേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. കൊള്ളാം കൊള്ളാം. അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ വീഡിയോക്ക് വരുന്ന കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആണല്ലോ. അതൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് വിഷമം തോന്നത്തില്ലേ? ഏയ്, അതൊന്നും കാണുമ്പോ എനിക്ക് ഒരു വിഷമവും തോന്നാറില്ല. അതെന്താ? അമ്മയ്ക്ക് കമന്റ്സ് കാണാൻ മാത്രമേ അറിയുള്ളൂ മാഡം, വായിക്കാൻ അറിയില്ല. അയ്യോ, അതേതൊരു വെള്ളയും വെള്ളയും ഇട്ടൊരുത്തൻ വല്ല ധർണയോ പിക്കറ്റിങ്ങോ ആണോ ദൈവമേ? അറിയാമായിരിക്കും, ഞാൻ 2ാം വാർഡ് മെമ്പർ
ജിൻഡോ. ആർക്കറിയാമായിരിക്കും, എനിക്കറിയത്തില്ല. ഇനി ഫ്യൂസ് ഊരാൻ ഇയാളങ്ങ് വാ, അപ്പൊ ഞാൻ അറിയിച്ചു തരാം ജിൻഡോ ആരാണെന്ന്. ഓഹോ, ഉയ്യോ, ജിൻഡോ സാറായിരുന്നോ? ഫുൾ ടൈം ഈ കത്തുന്ന ലൈറ്റിലോട്ട് നോക്കിയിരിക്കുന്നോണ്ടേ കണ്ണങ്ങോട്ട് പിടിച്ചില്ല. അതാ മനസ്സിലാവാന്. നിങ്ങൾ കത്തുന്ന ലൈറ്റിലോട്ട് നോക്കിയിരുന്ന് കണ്ണ് മഞ്ഞളിക്കുമ്പോൾ എന്റെ വാർഡിലുള്ളവർ കത്താത്ത ലൈറ്റിലോട്ട് നോക്കിയിരിക്കുവാണ് മിസ്റ്റർ. അതെന്തിന്? രാവിലെ മുതൽ കറണ്ട് ഇല്ല ഹേ, പിന്നെങ്ങനെ ലൈറ്റ് കത്തും? രാവിലെ മുതൽ ഫോൺ വിളിക്കുക, എപ്പ വിളിച്ചാലും നമ്പർ ബിസി. ഇനി എങ്ങാനും കിട്ടിയാലോ ഇപ്പൊ ആള് വരൂ എന്ന് പറയുന്നതല്ലാതെ ആരും വരുന്നില്ലെന്നേ. അതെന്താണ് താൻ ഇതുവരെയായിട്ട് പോവാതിരുന്നത്? ഞാൻ ഈ ശല്യത്തിനോട് ഞാൻ ഈ സാറിനോട് എത്ര വട്ടം പറഞ്ഞാന്നറിയാവോ ഇയാള് പോവണ്ടേ? സാറിനറിയാലോ എന്റെ അപ്പൂപ്പൻ മരിച്ചേ പിന്നെ കരണ്ടിൽ തൊടാൻ എനിക്ക് ഭയങ്കര പേടിയാണെന്ന്. എടോ, അപ്പൂപ്പൻ മരിച്ചതും കരണ്ടും തമ്മിൽ എന്താണോ ബന്ധം? ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച എന്റെ അപ്പൂപ്പൻ മരിച്ചത്. അതെന്താണ് സംഭവം? ട്രാൻസ്ഫോമറിന്റെ മണ്ടയ്ക്ക് മാടത്തേടെ കൂടുണ്ടെന്നും പറഞ്ഞ് മാടത്തേടെ മുട്ട എടുക്കാൻ കേറിയതാ എന്റെ അപ്പൂപ്പൻ. എന്നിട്ട് മാർത്തയുടെ മുട്ട കിട്ടിയോ? ഇല്ല, മാടത്തേടെ മുട്ട എടുക്കാൻ കേറി എന്റെ അപ്പൂപ്പൻ കാട ഫ്രൈ പോലെ ആയിപ്പോയി മാടം. അതിൽ പിന്നെ നാട്ടുകാരെന്നെ വിളിക്കുന്ന എന്താണെന്നറിയാവോ? കാടത്തങ്കപ്പന്റെ കൊച്ചുമോനേന്ന്. ഓ, അത് ശരി. അപ്പൊ കാടത്തങ്കപ്പൻ സാറിന്റെ അപ്പൂപ്പനാണല്ലേ? എനിക്കറിയാം പുള്ളിയെ. ഓ, ദാണ്ട വരുന്ന അടുത്ത പരാതി. സാറേ രക്ഷിക്കണം, സാറേ രക്ഷിക്കണം. എന്ത് പറ്റി? നിങ്ങൾ കാര്യം പറയൂ. ലൈൻ പൊട്ടി സാറേ, ലൈൻ പൊട്ടി. ലൈൻ പൊട്ടുന്നതും ലൈൻ സെറ്റ് ആവുന്ന ഈ പ്രായത്തിൽ പതിവല്ലേ മോനെ? അതൊക്കെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചാ തീരാവുന്ന വിഷയല്ലേ ഉള്ളൂ. അതിനൊക്കെ ഇങ്ങോട്ട് കേറി വരുന്ന എന്തിന്? അയ്യോ, ഞങ്ങളുടെ ലൈൻ പൊട്ടിയൊന്നല്ല, കരണ്ടിന്റെ ലൈൻ പൊട്ടിക്കിടക്കണൂന്ന്. എവിടെ? 3-ാം വാർഡിലാണ് സാറേ. പെട്ടെന്ന് വാ സാറേ. പാവുക്കര തൊട്ട് വള്ളക്കാല് വരെ കരണ്ടും ഇല്ല സാർ. അത് ചെറിയ ഇളം കാറ്റ് വല്ലതും അടിച്ചു കാണും. അതാ വേണ്ട, ഈ പഞ്ചായത്തിലെ ഒറ്റൊരിടത്തും കരണ്ടില്ല. നിങ്ങളെയുമാ കുഞ്ഞു കളിക്കരുത്. ആദ്യം വന്നത് ഞങ്ങളാ. 2-ാം വാർഡിന്റെ പ്രശ്നം തീർത്തിട്ട് മതി 3-ാം വാർഡ്. ആദ്യം വന്നത് നിങ്ങളായിരിക്കും, പക്ഷെ ലൈൻ പൊട്ടിക്കിടക്കണത് ഞങ്ങളുടെ വാർഡിലാ. അതുകൊണ്ട് ആദ്യം 3-ാം വാർഡ്. 3-ാം വാർഡായാലും 2-ാം വാർഡായാലും നിങ്ങൾക്ക് തന്നിവിടെ ഈ നിക്കണ സാറ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യില്. അതുകൊണ്ട് വഴക്കിടാതെ രണ്ട് കൂട്ടരും സന്തോഷമായിട്ട് കൊണ്ടുപോയി വീതിച്ചെടുത്തോ. തിരിച്ചു തന്നില്ലേലും കുഴപ്പമില്ല. അയ്യോ സാറേ, എന്നെ പറഞ്ഞയക്കരുത്. എനിക്ക് ടോർച്ചിന്റെ ബാറ്ററി മാറ്റിയിടാൻ വരെ പേടിയാ. ഞാനിവിടെ ഫോൺ വിളിക്കുന്നവരെ ആശ്വസിപ്പിച്ച് എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാം. ഫോൺ വിളിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. അതിന് സാറിന്റെ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ രാത്രി വിളിക്കുമ്പോ എന്നെ ആശ്വസിപ്പിക്കാത്ത എന്താ? കൊച്ചി കല്ലി എപ്പോഴും ചീത്ത വിളിക്കും. സാറേ, പാചകം അടിച്ചോണ്ടിരിക്കാതെ അവരോട് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ അവര് കയറി കൈവെക്കുവേ. 2 മിനിറ്റ് സമയം തരൂ. അതിനു മുമ്പ് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ കളി മാറും. ഒരൊറ്റ ഒരെണ്ണം ഞാൻ അങ്ങോട്ട് തന്നാലുണ്ടല്ലോ. നോക്കിയിട്ടവന്റെ നേരെ കൈ ഒങ്ങിയാൽ തനിക്കൊന്നും നോവില്ല, പക്ഷെ എനിക്ക് നോവും. അടിക്കല്ല ചേട്ടാ, ഞാൻ വന്നോളാം. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞും വരത്തില്ല.